നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. അതിഷി മാർലനെയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയനായിട്ടാണ് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത്. 6 മാസത്തെ ജയിൽവാസത്തിന് ശേഷം സെപ്റ്റംബർ 14 അദ്ദേഹത്തിന് സുപ്രീം കോടതി കണ്ടീഷണൽ ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തു വന്ന കേജ്രിവാൾ ഉടനെ രാജി പ്രഖ്യാപിച്ചു. ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്താൽ മാത്രം മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി. കേജ്രിവാളിൻ്റെ രാജി അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് AAPയും അവരുടെ കൂടെ നിൽക്കുന്നവരും വാദിക്കുന്നത്. 2024 മാർച്ച് 21 കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം അന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേജ്രിവാൾ. അദ്ദേഹത്തിന് എന്തെങ്കിലും ധാർമ്മിക ബോധമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അറസ്റ്റിലായ ആ നിമിഷം അദ്ദേഹം രാജിവെക്കണമായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അദ്ദേഹം അധികാരത്തിൽ കടിച്ചു തൂങ്ങി മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം 6 മാസം ജയിലിൽ കഴിഞ്ഞത്. 2023 നവംബറിനും 2024 മാർച്ചിനും ഇടയിൽ അദ്ദേഹം അറസ്റ്റിലാവുന്നതിനും ഇടയിൽ 9 പ്രാവശ്യമാണ് അദ്ദേഹത്തെ ED വിളിച്ചു വരുത്തുവാൻ ശ്രമിച്ചത്. അദ്ദേഹം അതൊന്നും അനുസരിക്കുവാൻ കൂട്ടാക്കിയില്ല. അവസാനം സുപ്രീം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിനെ EDക്ക് മുന്നിൽ ഹാജരാക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയോട് ഇപ്രകാരം പെരുമാറുന്ന കേജ്രിവാളിന് എന്ത് ധാർമ്മിക ബോധമാണ് അവകാശപ്പെടുവാനുള്ളത്? മാർച്ചിൽ അറസ്റ്റിലായതിനു ശേഷം സെപ്റ്റംബറിൽ ജാമ്യം ലഭിക്കുന്നതിനും വരെയുള്ള 6 മാസക്കാലം കേജ്രിവാൾ ജയിലിലായിരുന്നു. ഈ 6 മാസക്കാലം അദ്ദേഹത്തിൻ്റെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഒരു ഉത്തരവാദിത്വവും ജയിലിൽ വെച്ച് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. ഇൻഫാക്റ്റ് ഡൽഹി അനാഥമായിരുന്നു. ഡൽഹിക്ക് പ്രോപ്പറായിട്ടൊരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ല ഈ 6 മാസക്കാലം. അന്നൊന്നും അദ്ദേഹത്തിന് രാജിവെക്കണമെന്ന് തോന്നിയില്ല. ഒരു ധാർമ്മിക ബോധവും തികട്ടി വന്നില്ല. നിങ്ങൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. കേജ്രിവാൾ അറസ്റ്റിലാവുന്നതിന് ഏതാണ്ട് 1 മാസം മുൻപാണെന്ന് തോന്നുന്നു. ഫെബ്രുവരിയിൽ ആണ് ഹേമന്ത് സോറൻ ഏതാണ്ട് ഇതേപോലെ ഒരു അഴിമതി ആരോപണത്തിൽ അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായ ആ നിമിഷം സോറൻ രാജിവെച്ചു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം തിരികെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരികെ വരുന്നത്. അതായത് ഹേമന്ത് സോറൻ കാണിച്ച ധാർമ്മികത പോലും 24 മണിക്കൂറും ഈ ധാർമ്മികതയുടെ അപ്പോസ്റ്റലാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേജ്രിവാൾ കാണിച്ചില്ല എന്ന് സാരം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹേമന്ത് സോറൻ്റെ ജാമ്യം അൺകണ്ടീഷണലായിരുന്നു. അതായത് തിരികെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേജ്രിവാളും പ്രതീക്ഷിച്ചത് ഈ ഹേമന്ത് സോറന് ലഭിച്ച പോലെയുള്ള ഒരു അൺകണ്ടീഷണൽ ജാമ്യമായിരിക്കും. പക്ഷേ കേജ്രിവാളിൻ്റെ ജാമ്യം കണ്ടീഷണലായിരുന്നു. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? 1, 10 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം. 2, ഈ കേസിൻ്റെ, അതായത് ഏത് കേസിൻ്റെ പേരിലാണോ കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആ കേസിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ ഡിമെറിറ്റിനെക്കുറിച്ചോ പൊതുസമൂഹവുമായി സംവദിക്കുവാൻ പാടില്ല. 3, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിപ്പോകരുത്. 4, ഒരൊറ്റ ഫയലിൽ പോലും മുഖ്യമന്ത്രിയായി ഒപ്പിടരുത്. 5, വിചാരണയുമായി പൂർണ്ണമായിട്ടും സഹകരിക്കണം. ട്രയൽ കോടതി വിളിക്കുമ്പോഴൊക്കെ അവിടെ ചെല്ലണം. ഇത്രയുമായിരുന്നു ഈ ജാമ്യം ലഭിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി കേജ്രിവാളിന് കൊടുത്ത കണ്ടീഷൻസ്, ജാമ്യ വ്യവസ്ഥകൾ. ഇത്രയും കണ്ടീഷൻസ് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയാണ് തുടരുന്നത്? ഇതിനേക്കാൾ ബെറ്റർ അകത്ത് കിടക്കുന്നതായിരുന്നു. അറ്റ്ലീസ്റ്റ് അകത്ത് കിടന്നപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ചീഫ് മിനിസ്റ്ററായിട്ട് തുടരാൻ തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളി വന്നു കഴിഞ്ഞപ്പം കോടതിയുടെ കണ്ടീഷൻ അനുസരിക്കണമെങ്കിൽ ചീഫ് മിനിസ്റ്ററായിട്ട് തുടരാൻ സാധ്യമല്ല. ഇപ്പോൾ ഏതായാലും വെളിയിൽ വന്ന സ്ഥിതിക്ക് പിന്നെ കേജ്രിവാളിന് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് അത് ധാർമ്മികത മൂലമാണ് രാജിവെച്ചത് എന്ന് വിളിച്ചു പറയുക. അതുമാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ. അതാണ് അദ്ദേഹം ചെയ്തത്. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.